ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും സുഖമാണേ. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ കാണുന്ന കണക്ക് തന്നെ CC പ്ലാന്റാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ എല്ലാ കെയറിങ്ങും എന്തൊക്കെ ആവശ്യങ്ങളെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇല നട്ട് കൊടുത്ത് ഉണ്ടായ തൈകളാണ് ഇതൊക്കെ. ഇപ്പോൾ ഈ ഞാൻ കാണിച്ചതൊക്കെ ഇതായിരുന്നു അതിൻ്റെ മദർ പ്ലാന്റ്. അതിനകത്ത് കുറേ നോട്ട്സ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഉണങ്ങിപ്പോയി. വെയിൽ കൊണ്ടിട്ടും വെള്ളം കെട്ടി നിന്നിട്ടും മഴവെള്ളമൊക്കെ കെട്ടി നിന്നിട്ടൊക്കെ പോയി. ഇപ്പോൾ ഈ ഇല കണ്ടില്ലേ, അതിൻ്റെ ആ തണ്ടിയിൽ നിന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. എന്ന് വെച്ചാൽ ഒടിഞ്ഞൊന്നും പോകരുത്, ഡാമേജ് വരരുത്. അങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് അത് നമുക്ക് ചകിരിച്ചോറിലോ മണ്ണിലോ ഒക്കെ വെച്ചിട്ട് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസം 1.5 മാസമൊക്കെ ആകുമ്പോൾ അതിനകത്ത് വേര് പിടിച്ച് വരും. അതേമാതിരി ഉണ്ടാക്കിയ തൈകളാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് ആർക്കാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന്, കാരണം പുതുതായിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നവർക്കൊക്കെ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഈ CC പ്ലാന്റ്. അതേപോലെ തന്നെ നല്ലൊരു ഇൻഡോർ പ്ലാന്റാണ്. പിന്നെ വെയിൽ ഒരു ലേശം പ്രകാശം കിട്ടുന്ന ഭാഗത്തായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഇൻഡോറിൽ വെക്കുമ്പോൾ. തീരെ വെയിലില്ലാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടി കുറേ കാലക്രമേണ നശിച്ചു പോകും. അത് പെട്ടെന്നൊന്നും നശിക്കത്തില്ല, മെല്ലെ മെല്ലെ നശിക്കും. അതിൻ്റെ ആരോഗ്യം നശിച്ച് പോവും. അപ്പോൾ കുറച്ച് പ്രകാശമുള്ള സ്ഥലത്ത് വെക്കണം. അപ്പം ഞാനിത് റിപ്പോർട്ട് ചെയ്യുകയാണെ. അതിനകത്ത് ഒരു ചട്ടി എടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ കുറച്ച് കരിയില ഇട്ട് കൊടുത്തു. പിന്നെ പോട്ടി മിക്സ്, ഇങ്ങനെയുള്ള ചെടികളൊക്കെ ഞാൻ നടാൻ ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് തന്നെയാണ്. 1 കമ്പോസ്റ്റ്, 2 മേൽമണ്ണ്, 1 ചകിരിച്ചോറ്, ഇത് 3. ഈ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് കരിയില കമ്പോസ്റ്റും ചേർത്തിട്ടുണ്ട്, പിന്നെ മുയൽ കാഷ്ടത്തിൻ്റെ കമ്പോസ്റ്റും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഡ്രെയിനേജ് ഹോളുള്ള ചട്ടി ആയിരിക്കണം, അതെപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ അത് ഏത് ചെടിയാണെന്നുണ്ടെങ്കിലും നടുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മണ്ണ് കട്ടിയായി പോവാതെ ഉള്ള പോട്ടി മിക്സ് തന്നെ ആയിരിക്കണം. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ചില പോട്ടി മിക്സ് കട്ടിയായി പോകും. അപ്പോൾ വെള്ളം ഇങ്ങനെ കെട്ടിയിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആയാലും ഏതൊരു ചെടിയാണെന്നുണ്ടെങ്കിലും നശിച്ചു പോകും. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ചെടികൾ നമുക്ക് നല്ല രീതിയിൽ വളർന്നു കിട്ടും. അപ്പോൾ ഞാൻ എല്ലാ ചെടികളും ഇതേപോലെ തന്നെ റിപ്പോർട്ട് ചെയ്ത് വെച്ചു. ഇതും ഞാൻ പറഞ്ഞില്ലേ, ഒരു കുഞ്ഞ് ഇലയിൽ നിന്ന് മുളച്ചു വന്ന തൈയാണിത്. അപ്പോൾ ഇതിന് നമുക്ക് ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പോട്ടിനകത്ത് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം. അത് 3 മാസം കൂടുമ്പോഴും ഒക്കെ മതിയാവും. അത്രയൊക്കെ ഉള്ളൂ ഈ പ്ലാന്റിൻ്റെ കെയറിങ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.